ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ആ ഒരു 5 ഇഡിയംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. നമുക്ക് നോക്കി നോക്കാം. ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത്. ഫസ്റ്റ് വൺ, ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ സോഷ്യൽ സെറ്റിംഗ് ആൻഡ് മേക്ക് എവരിവൺ ഫീൽ കംഫർട്ടബിൾ. ആ ഒരു ടീമിലേക്ക് വരുന്ന സമയത്ത് അതിനൊന്ന് കംഫർട്ട് ആക്കാൻ വേണ്ടി ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ പറയാറുണ്ട്. സോ അറ്റ് ദ പാർട്ടി ജോൺ ടോൾഡ് എ ഫണി ജോക്ക് ടു ബ്രേക്ക് ദ ഐസ്. ആ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിട്ട് അല്ലെങ്കിൽ ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു തമാശ പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ ഈസി എന്ന് വളരെ ഈസി എന്നുള്ളതാണ്. സോ ദ മാത്ത് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് ഫോർ ഹർ. അവളെ സംബന്ധിച്ചിടത്തോളം മാത്സ് എക്സാം വളരെ ഈസി ആയിരുന്നു പറയാൻ പറ്റും. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്, ഈസി എന്നുള്ള അർത്ഥം. ലെറ്റ് ക്യാരി ഔട്ട് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭയങ്കര സീക്രട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സർപ്രൈസിനെ എന്താക്കുക, അത് റിവീൽ ചെയ്യുന്നതിനാണ് എന്താ പറയുക, അറിയാതെ പറഞ്ഞു പോകുന്നത്, അൺഇൻറ്റൻഷനലി, അതായത് അറിയാതെ പറഞ്ഞു പോകുന്നതിനാണ് ലെറ്റ് ക്യാരി ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. സോ ഷീ ലെറ്റ് ക്യാരി ഔട്ട് ദ ബാഗ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടിയെ പറ്റില്ല അവൾ എന്താക്കി അറിയാതെ പറഞ്ഞു പോയി. ആൻഡ് ഫോർ ദ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് നമ്മൾ കുറുക്കി കൊള്ളുക എന്ന് പറയും. അതായത് എന്താണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ്. ടു ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഈസ് കോസിങ് എ സിറ്റുവേഷൻ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കാരണമാക്കുന്നത് എന്താണെന്നുള്ള കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിനാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. സോ വെൻ യു സെഡ് ദാറ്റ് ദിസ് പ്രോജക്ട് നീഡ്സ് ബെറ്റർ പ്ലാനിങ് എന്ന് പറഞ്ഞപ്പോൾ, ഈ ഒരു പ്രോജക്റ്റിന് കുറച്ചുകൂടി പ്ലാനിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ യു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് സ്പിൽ ദ ബീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ, വളരെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷനെ പറയുന്നതിനാണ്, ഡിസ്ക്ലോസ് ചെയ്യുന്നതിനാണ് സ്പിൽ ദ ബീൻസ് പറയാം. നേരത്തെ സർപ്രൈസ് ആക്കി വെച്ചത് അറിയാതെ പറഞ്ഞുകൊണ്ടിനാണ്, ഇത് സ്പിൽ ദ ബീൻസ് ആണ്. സോ ഡോണ്ട് സ്പിൽ ദ ബീൻസ് അബൌട്ട് അവർ ന്യൂ ബിസിനസ് ഐഡിയ ബിഫോർ ഇറ്റ്സ് ഫൈനലൈസ്. അപ്പോൾ പുതിയ ബിസിനസ് ഐഡിയ പുറത്ത് പറയരുത് ഫൈനലൈസ് ആവുന്നത് വരെ. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.